നല്ല ഇടയന് സ്തോത്രം ചെയ്വിൻ, നല്ലവനല്ലോ ദയ എന്നുമുള്ളത്. അപ്പം നൽകുന്നവന് സ്തോത്രം ചെയ്വിൻ, നല്ലവനല്ലോ ദയ എന്നുമുള്ളത്. എബ്രായർ 2:1. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. പ്രിയമുള്ളവരെ, നാം എല്ലാ ദിവസവും തിരുവചനം കേൾക്കുന്നവരാ. കേട്ട് മറന്നു കളയുന്നവരായല്ല, അതിനെ പാലിക്കുന്നവരായിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. കേൾക്കുന്നത് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ കേൾക്കണം. വായിച്ചത് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും വായിക്കണം. പരിശുദ്ധാത്മാവ് ഗ്രഹിപ്പിച്ചു തന്നതിനെ ഹൃദയത്തിൽ കരുതിക്കൊള്ളണം. അതിൻ പ്രകാരം ജീവിക്കാൻ പരമാവധി ശ്രമിക്കണം. കരുത്തുറ്റ ഒരു ആത്മീക ജീവിതം അപ്പോൾ നമുക്ക് സാധ്യമാണ്. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തിരുവചനം ഞങ്ങൾക്ക് ഗ്രഹിപ്പിച്ചു തരണമേ. അത് ഞങ്ങളുടെ ചിന്തകളിൽ എപ്പോഴും നിലനിൽക്കുവാൻ സഹായിക്കണമേ. അതിൻ പ്രകാരം ജീവിക്കുവാനുള്ള കൃപയും ഞങ്ങൾക്ക് തരണമേ അപ്പാ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.